അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇവിടുന്ന് എറണാകുളത്തേക്ക് ഈ ഡെഡ് ബോഡിയും കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് കാഹളം ധ്വനിച്ചാൽ അപ്പച്ചൻ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പെട്ടി പോകുന്ന ആംബുലൻസുകാരും ഒക്കെ എന്തോ ചെയ്യും? സ്തോത്രം. ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ. നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് മധ്യാകാശത്തിൽ വരും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശ ഇല്ലാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദൈവമക്കളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ജിജു പി കുരുള മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പുരുഷായുസ് മുഴുവൻ അങ്ങയുടെ വേലയിൽ അധ്വാനിച്ച് നിത്യത്തിൽ ചേർക്കപ്പെട്ട വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്റെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, കുഞ്ഞുങ്ങൾ, അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കർത്താവെ നീ അവരെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടതിനായി ഞങ്ങളുടെ അഭിഷിക്തന്മാരെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ യാത്രയിലും ദൈവസാന്നിധ്യം കൃപയും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ശുശ്രൂഷയുള്ള ബഹുമാനാർത്ഥം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നാം എല്ലാവരോട് ചേർന്ന് വളരെ പ്രത്യാശയുള്ളൊരു ഗാനം, പഴയ ഗാനം, യാത്ര ചെയ്യും ഞാൻ കുരിശെ നോക്കി. യാത്ര ചെയ്യും ഞാൻ കുരിശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ഭൂതവേദശിച്ച് ഭാഗ്യദേശം, പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ഭൂതവേദശിച്ച് ഭാഗ്യദേശം, യാത്ര ചെയ്യും ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ്സ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ്സ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറുനിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു?
എൻ്റെ പ്രത്യാശ തിങ്കൽ വെച്ചിരിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്ന വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ. 2 കൊരിന്ത്യർ ലേഖനം 5:1 മുതൽ ചില വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭവഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നും എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്നും പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവരാൽ എവിടെ നിന്നും വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവർ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെയും മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനിയും അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദീർഘവർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് 89 വയസ്സ് വരെ കർത്താവിന് വേണ്ടി ആഹോരാത്രം കർത്താവിനെ ശുശ്രൂഷിച്ച് ഒരു നല്ല സുവിശേഷകനായി, മക്കൾക്ക് ഒരു നല്ല പിതാവായി, സഹധർമ്മിണിക്ക് ഒരു നല്ല ഭർത്താവായി, നാട്ടുകാർക്ക് ഒരു നല്ല സ്നേഹിതനായി, വീരമൃത്യു പ്രാപിച്ച അനുഗ്രഹീതനായ ദൈവവൃത്യൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പാകെ ഇന്ന് പ്രഭാതം മുതൽ നാം ആയിരുന്നു. കാലാവസ്ഥകളൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നു. ഇന്ന് പകൽ ദൈവവചനം കേട്ട ചിലർ പുതിയ തീരുമാനമെടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യാം. മക്കളിൽ ചിലർ കർത്താവിൻ്റെ വേല ഒന്നുകൂടെ ചെയ്യുവാൻ തീരുമാനമെടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. ഹല്ലേലൂയ. അവൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ദൈവമായിരിക്കാൻ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വാത്സല്യ പിതാവിൻ്റെ നല്ല ഓർമ്മകൾ നമുക്ക് പിൻചെല്ലാം. റീഖാമാന ശന്തൂറി അത് ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശിഷ്യാൽ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദീർഘവർഷം അവർ ഒരുമിച്ച് ജീവിച്ചു, പാർത്തു, സന്തോഷിച്ചു, ആനന്ദിച്ചു. വേർപാട് ദുഃഖമുള്ളതാണ്. പ്രിയപ്പെട്ടവൻ വേർവിടുമ്പോൾ വേദനയുണ്ട്. എന്നാൽ സകല ബുദ്ധിയും കവിന ദൈവ സമാധാനം വാത്സല്യ മാതാവിൻ്റെ ഉള്ളത്തിൽ ഹല്ലേലൂയ കടന്നു ചെന്ന് ആസിയെ ആശ്വസിപ്പിക്കുവാൻ കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. അപ്പച്ചൻ്റെ നൽകാൽച്ചുവടുകൾ പിന്തുടരാൻ മക്കൾക്ക് കൊടുത്ത മഹാഭാഗ്യത്തിനായി സ്തോത്രം. യഹോവയെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ അവർ ആത്മാവിൻ്റെ നൽഫലങ്ങളാലും വരങ്ങളാലും അലങ്കരിക്കപ്പെട്ട് ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും അവരൊരു മുതൽക്കൂട്ടായിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമേ. സ്വർഗീയ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. പാസ്റ്റർ ജോൺ ആശീർവാദം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഇരിക്കുമാറാകട്ടെ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം
ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ.
ഇവിടെ വന്നെത്തുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ പിതാവിൻ്റെ ശാരീരികമായ വേർപാടിലുള്ള ബന്ധത്തിൽ നമ്മൾ പ്രത്യാശയോടെ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയുടെ മേലും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. ആവശ്യമായ ദൈവിക സമാധാനവും ദൈവത്തിൻ്റെ കൃപകളും തൻ്റെ മക്കളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷ നയിക്കുവാൻ ദാസനോട് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും പിതാവേ. അവിടുന്ന് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വൈകിയ സമയത്ത് ഇവിടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് അവറുകൾ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയം ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർമ്മിക്കും. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തദേശം ചേർന്ന് പാടാം. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാമീ ഉലകിൽ കാൺമതുമായ മൺമയമാമീ ഉലകിൽ കാൺമതുമായ സകലവുമായ സകലവുമായ പിതാവിന്റെ ഭൗതിക ശരീരത്തോടുള്ള ശുശ്രൂഷ പ്രഭാതത്തിൽ ആരംഭിച്ചു. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വലിയ കാവലും പരിപാലനവും നമ്മുടെ യാത്രയിലും മൊത്തം ഉണ്ടായി. ഈ വൈകിയ വേളയിൽ കാലാവസ്ഥയൊക്കെ കർത്താവ് അനുകൂലമാക്കി തന്നു. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടെ കടന്നു വന്ന പല ദൈവദാസന്മാർ അനേകര് അവിടെ ശുശ്രൂഷിക്കുകയുണ്ടായി. എന്നാൽ വാത്സല്യ അപ്പച്ചൻ്റെ സഹധർമ്മിണി അമ്മച്ചിയുടെ സഹോദരൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ചില വാക്കുകൾ പ്രിയ പിതാവിന് പറയാൻ അവസരം ഉണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭവനത്തിൻ്റെ സന്ധാരണത്തിലുമല്ല തുടർമാനമായി ദൈവമുമ്പാകെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ ഈ പ്രിയപ്പെട്ട എൻ്റെ അളിയൻ സ്തോത്രം, ഞാൻ അളിയനായിട്ട് ഉള്ള നിലയിലല്ല, അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിൽ എൻ്റെ സഹോദരൻ എന്നുള്ള നിലയിൽ 1985 മുതൽ അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ ഞങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ദീർഘവർഷങ്ങൾ 1916 വരെ സുവിശേഷ രണാങ്കണത്തിൽ ഞങ്ങൾക്കൊന്നിച്ച് പോരാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നു. ഇപ്പോൾ കർത്തൃദാസൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്ത് ജീവകിരീടത്തിൻ്റെ ആ ലഭ്യതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വിട്ട് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനോട് പറയുന്ന പോലെ, ദാനിയേലേ നീ പോയിക്കൊള്ളുക, കാലാവസാനത്തേക്ക് ഇതിനായിട്ട് പോയിരിക്കുന്ന ഈ കർത്തൃദാസന്റെ ഈ ഭൗതിക ലോകത്തിലെ ഭൗതിക ജീവിതത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുമാർ ജീവിച്ച ആ സംഭവങ്ങളെല്ലാം ഒന്ന് വിവരിപ്പാൻ താല്പര്യമുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതേ തന്നെ കാത്ത് തൻ്റെ പ്രവൃത്തികൾക്ക് അതിനുള്ള സമ്മാനം കൊടുക്കുവാൻ കർത്താവ് കാത്തു നിൽക്കുകയാണ്. അതിനുവേണ്ടി മുമ്പേ പോയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്ന് പോകുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി സ്തുതിച്ച് ദൈവത്തെ വാഴ്ത്തി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാണ്. കർത്താവിൽ പ്രിയരെ, വേർപാട് എന്നുള്ളത് നമുക്ക് ദുഃഖമുളവാക്കുന്ന ഒന്നാണെങ്കിലും ദൈവവചനത്തിൻ്റെ
വാക്കുകൾ നമ്മെ ശക്തീകരിക്കുന്നതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നിത്യ മരണത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ വലിയ ഭാഗ്യപദവി ഈ വാത്സല്യ പിതാവ് അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രാപിപ്പാനിടയായി. ആ വിശ്വാസത്തിൽ തൻ്റെ കുടുംബത്തെയും മക്കളെയും വളർത്തി അവരും ഈ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരാനും താൻ വിവിധ ദേശങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ച് അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനും ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയുള്ളവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, അവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും ശോഭിക്കും. വാത്സല്യ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് ഏറ്റവും താഴ്ച ഭവിച്ചിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എന്നാൽ ഈ താഴ്ചയുള്ള ശരീരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാകുന്ന ഒരു ദിവസമുണ്ട്. അതിനെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപപ്പെടും. എന്നാൽ ആരെങ്കിലും ആ പ്രത്യാശയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ദൈവദാസൻ എന്നുള്ളതിലേക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടത്. ഈ വാത്സല്യ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് നിത്യജീവനെ കുറിച്ച് താൻ ആരോട് സുവിശേഷം പറഞ്ഞാലും പറയും. ആ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 9:30 മണിക്ക് താൻ നിത്യതയിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നും സുവിശേഷകരായിരിക്കുന്ന ഞങ്ങൾ ഈ നിത്യജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ മരുഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. എന്നാൽ പേർ വിളിക്കുമ്പോൾ നമ്മുടെ പേരും അവിടെ കാണും. ആ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഗുരുവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി ദൈവമക്കളായി തീരാനുള്ള അവസരം പാഴാക്കരുത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ അപ്പച്ചനെ ഇനിയും കാണണമെങ്കിൽ നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി ദൈവമക്കളായി തീരണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. ആ മഹത്വകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. കർത്താവിനെ ഗുരുവും രക്ഷിതാവുമായി സ്വീകരിച്ച് മുന്നേറുവാൻ സകലരെയും കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖം എന്ന് പറയാൻ ഒക്കത്തില്ലെങ്കിലും മാനുഷികമായ ദുഃഖമുണ്ട്. എൻ്റെ പിതാവ് മരിച്ചു പോയപ്പോൾ ഞാൻ അവിടെ ഒരു ബാൻ എഴുതി വെച്ചു, പപ്പ പ്രൊമോട്ടഡ് ടു ഗ്ലോറി. എൻ്റെ പിതാവ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചുവെന്ന്. ഞങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്. എന്നാൽ ഈ വാത്സല്യ പിതാവിൻ്റെ അന്ത്യം മക്കളും കൊച്ചുമക്കളും അവര് അപ്പച്ചനോട് ചേർന്ന് കഴിഞ്ഞ ഒരാഴ്ചഘട്ടം ജീവിക്കുകയായിരുന്നു, ഒരുമിച്ച് വിശ്രമിക്കുകയായിരുന്നു, കെട്ടിപ്പിടിച്ച് കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്രയോ ശ്രേഷ്ഠകരമേറിയ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ മക്കളോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ ഒരുമിച്ച് സന്തോഷിച്ച് അവസാനം സ്വർഗീയ ദൂതന്മാരെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് താൻ പ്രാണനെ വിട്ടത്. ഓ, എത്ര മനോഹരമേറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യാശ നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടില്ലാത്ത കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോളച്ചായൻ്റെ സംസ്കാര ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാരത്തോടെ ഒരുമിച്ച് പോയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോളച്ചായൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ വചനം കേൾക്കുകയും യേശുവിൻ്റെ സന്ദേശവാദം സ്വീകരിച്ച് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് മക്കളെയും കൊച്ചുമക്കളെല്ലാം യേശുവിൻ്റെ മാർഗത്തിൽ കൂടി വളരുവാൻ സഹായിച്ചു. ദാസൻ കുടുംബമായിട്ട്
ദൈവത്തെ മാനിച്ചു, ദൈവത്തെ വേല ചെയ്തു, ദൈവരാജ്യം കെട്ടിപ്പടുത്തു. അതിന് ഫലമായിട്ട് സർവ്വസകല ദൈവം മകളുടെ ദാസനെയും കുടുംബത്തെയും മക്കളെയും കൊച്ചുമകളെല്ലാം മാനിച്ചു, അനുഗ്രഹിച്ചു, ഉയർത്തി. എല്ലാ നന്മകളും കാണുവാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജനെ സഹായിച്ചതിനായിട്ട് കർത്താവെ ഞങ്ങളെ സ്തുതിക്കുകയും ഞങ്ങളെ മോത്തപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതലെല്ലാം പ്രിയപ്പെട്ട ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞ് സന്തോഷത്തോടെ വലിയ പ്രത്യാശയോടെ ഭൂമിയിൽ നിന്ന് ദൈവസ്ഥിതിയിലേക്ക് പോകുവാൻ ഇടയായിരുന്നു. ഈ ഭാഗ്യാവസ്ഥയിൽ കർത്താവ് ഞങ്ങളെ സ്തുതിക്കുകയും ഞങ്ങളെ മോത്തപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ഇവരിനകത്തോടും പ്രധാന ദൈവകാലത്തോടും സ്ഥലത്ത് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് പ്രകാരം ഞങ്ങളെ പ്രിയപ്പെട്ട ജോറച്ചാൻ പ്രത്യേകിക്കുന്ന ശരീരത്തോടുകൂടി, പുതിയ ശരീരത്തോടുകൂടി കഷ്ടങ്ങളോ പ്രയാസങ്ങളോ വേദനയോ ദുഃഖങ്ങളോ ഇല്ലാത്തതായ പ്രത്യേകിക്കുന്ന ശരീരത്തോട് വീട്ടിൽ കാണാമെന്നതായ വലിയ പ്രത്യാശയായിട്ട് ആ ഉയർപ്പിൻ്റെ വാഗ്ദാനത്തിനായിട്ട് കർത്താവ് ഞങ്ങളെ സ്തുതിക്കുകയും അങ്ങനെ മോത്തപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ഈ വാഗ്ദാനം ആ ജീവിതത്തിൽ പ്രാപിക്കാത്ത, ആ ജീവിതത്തിൽ വിശ്വസിക്കാത്ത, അനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും അവരെ ഏത് മതമായാലും, ഏത് ജാതിയായാലും, ഏത് ഗ്രൂപ്പായാലും ഈ ചോദിച്ചത് ശാബാ സ്വീകരിച്ച് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ജീവനുള്ള ദൈവത്തെ സത്യജാത്മാവിലും ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് അവൻ മരണത്തെ ഭയപ്പെടാതെ മരണശേഷമായിട്ട് കോടാനുകൂടി വർഷത്തെ സ്വർഗരാജ്യം, നിത്യരാജ്യം ഉണ്ടെന്ന പ്രത്യാശകൾക്കായി ജീവിക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സൂചനകളൊക്കെ അനുഗ്രഹമായതല്ലോ. ഈ ദിവസം വരെ ബലപ്പെടുത്തി കഥാവെ തുറന്നുള്ള സൂചന അനുഗ്രഹിക്കണമേ. ദുഃഖത്തിലായിരുന്ന പ്രിയപ്പെട്ട കഥാവമ്മച്ചിയും മക്കളെ കുറിച്ചുകളെല്ലാവരെയും ആസ്വദിക്കുക ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുനാമത്തെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയോടെ കേൾക്കുമാറാകണമേ. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും കർത്തൃദാസന്മാർ ചില വേദഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷയെ സഹായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നിയോഗിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ 1 കൊരിന്ത്യർ 15:20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രായതമത്തെ ഒന്നാമത്തേത്, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാഥെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടെ എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് ഇരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകും.